ഈ ടോപ്പ് ക്ലാസ് എന്ന് പറയുന്നത് ആകെ 12% വോട്ടേ കേരളത്തിലുള്ളൂ നായർ കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഈഴവ വോട്ടുകൾ ഏകീകരിക്കുന്നില്ലെങ്കിൽ ബി ജെ പിക്ക് വളരാൻ കഴിയില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചില്ലെങ്കിൽ അഥവാ ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇതാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം. ഈ രണ്ട് സമുദായങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തിരിച്ചടിയായി. പക്ഷേ ഇപ്പോഴെന്താ, ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, അതേപോലെ അനൂപ് ആൻ്റണിയെ മുന്നോട്ട് കൊണ്ടുവരുന്നു, ജിജിയെ കൊണ്ടുവരുന്നു. ഇവരെ വെച്ചുകൊണ്ടൊന്നും കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വ്യാമോഹമാണ്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ 2024 തന്നെ സാധിക്കുമായിരുന്നു. കാരണം അവിടെ നരേന്ദ്രമോദി ആ മിഷൻ തന്നെയാണ് കൊടുത്തിരുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളെ പൂർണ്ണമായിട്ടും ഏകീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് പൂർണ്ണമായിട്ടും ഫലം കണ്ടില്ല എന്നാണ് 2024 പറയുന്നത്. ഇനി ഇത് കണക്കിൻ്റെ കഥയാണ്. ഞാനിപ്പോഴും പറയുന്നു, 30 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പോഴും ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് വന്നാൽ അത് അത്ഭുതപ്പെടാനുമില്ല. കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് വലിയ പ്രകടനമൊന്നും ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ബി ജെ പിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ടീം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ അടിത്തട്ടുമായി ബന്ധമില്ലാത്ത ഒരു ടീമാണ്. ആ ടീമിനെ വെച്ചുകൊണ്ടാണ് ബി ജെ പി ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ തന്നെ കാസ്റ്റ് ഇക്വേഷൻസ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അതൊരു NJP എന്ന മട്ടിലാണ് ബി ജെ പി നേതാക്കൾ തന്നെ ബി ജെ പിയെ ഇപ്പോൾ കാണുന്നത്. അതിൽ ഈഴവ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.